അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു ഗൈസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ ഗൈസ്, നമുക്കിന്ന് തമ്മിൽ കണ്ടതുപോലെ വളരെ ഈസി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് കൊതിമൂക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. വേറെ ഒരു കുഴപ്പമില്ല. ഇതെൻ്റെ കയ്യിലുള്ള മോൾഡാണ്. മോൾഡ് ഇല്ലാത്തവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. വീട്ടിലുള്ള പാത്രങ്ങൾ വെച്ച് യൂസ് ചെയ്യാം. ഇത് എൻ്റെ കയ്യിൽ മോൾഡ് ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ കേക്ക് ഉണ്ടാക്കുമല്ലോ, അതുകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ കുഞ്ഞു കപ്പോ ബൗളോ അല്ലെങ്കിൽ കുഞ്ഞു പാത്രമോ അതിലൊക്കെ നമുക്ക് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാമേ. അര ഗ്ലാസ് പാലിലേക്ക് ഞാൻ 2 സ്പൂൺ ഓട്സാണ് ഇട്ടിട്ടുള്ളത്. 2 എന്ന് പറയുന്നത് കുഞ്ഞു സ്പൂണാണ് കേട്ടോ. അതുകൊണ്ടാണ് 2-3 ഇട്ടുള്ളത്. നിങ്ങളുടെ വലിയ സ്പൂണാണെങ്കിൽ ഒരു 2 സ്പൂൺ മതി കേട്ടോ. അത് ഞാൻ ഒരു അര ഗ്ലാസ് മിൽക്കിൻ്റെ മെഷർമെൻറ്റാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ ആരും മടി കാണിക്കല്ലേ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓട്സിലേക്ക് നമുക്കൊരു 2 സ്പൂൺ നമ്മുടെ കൊക്കോ പൗഡർ ഇടാം കേട്ടോ. 2 സ്പൂൺ, ചെറിയ സ്പൂണാണേ. നിങ്ങളുടെ വലിയ സ്പൂണാണെങ്കിൽ 1 സ്പൂൺ മതി കേട്ടോ. ഇച്ചിരി ടേസ്റ്റ് കൂട്ടാൻ, ഫ്ലേവർ കൂട്ടാൻ വേണ്ടി ഒരു ഇച്ചിരി കോഫി പൗഡറാണ്. കോഫി പൗഡർ ഇല്ലെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല. ഇത്രയും തന്നെ ധാരാളമാണ്. എന്നിട്ടൊന്നും അതങ്ങ് കൈവിടാതെ അങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഓട്സാണ്, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കുറുകിപ്പോകും. കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ കിണ്ടിക്കൊണ്ട് നിൽക്കുമ്പം തന്നെ അതങ്ങ് മെൽറ്റായി സെറ്റായിക്കോളും. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബിലേക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. എല്ലാവരും ഒരു പിശുക്കും കാണിക്കല്ലേ. അങ്ങനെ നമ്മുടെ ഓട്സും നമ്മുടെ കോഫി പൗഡറും നമ്മുടെ മിൽക്കും എല്ലാം കൂടെ ഇവിടെ കുറുകി സെറ്റായി വരുവാണ്. അതേസമയം നമുക്കൊരു കുറച്ചൊരല്പം ഒരു 1/4 സ്പൂണ് വാനില എസൻസാണ്. ഇല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. ഇല്ലാത്തവർക്ക് ഇതില്ലാന്ന് വെച്ചിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാതെ ഒന്നും ഇരിക്കേണ്ട. അതിലൊരു കുഴപ്പമില്ല. അതില്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാൻ ഒരല്പം ബട്ടറാണ്. ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബട്ടർ ഇടുമ്പോഴത്തേക്ക് ഒരു ഗ്ലേസ്, നമുക്ക് ആ ചോക്ലേറ്റിന് ഒരു ഗ്ലേസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ടേസ്റ്റ് ആ 3 ഐറ്റംസ് തന്നെ ധാരാളമാണ്. ഇത് നമ്മുടെ ഷുഗറിന് വേണ്ടിയിട്ട്, മധുരത്തിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ള ശർക്കരപ്പൊടിയാണ്. എൻ്റെ കയ്യിൽ ശർക്കരപ്പൊടി ഉണ്ട് ഓർഗാനിക്കിൻ്റെ. അതുകൊണ്ടാണ് ഡയറക്റ്റ് യൂസ് ചെയ്തത്. അഥവാ നിങ്ങൾക്ക് ശർക്കര എല്ലാം പഞ്ചസാരയാണ് ആവശ്യമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ. ടേസ്റ്റ് ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. ടേസ്റ്റ് തന്നെ ആയിരിക്കും. ബാലൻസിന് ഒരു ഇച്ചിരി ഉപ്പാണ് ഇട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം, വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു മടിയും കാണിക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ ചോക്ലേറ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മോളിലേക്ക് ഇത് ഒന്ന് ഒഴിച്ച് സെറ്റാക്കി എടുക്കാം. ഞാൻ അതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി നട്ട്സ് ചോപ്പ് ചെയ്തിട്ടതാണ് ഗൈസ്. പക്ഷേ എന്ത് ചെയ്യാനാ, അത് വേണ്ടായിരുന്നു എന്ന് ലാസ്റ്റ് തോന്നിപ്പോയി കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. അതിലേക്ക് നമ്മുടെ മോളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് വെച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഒരു 3-4 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ ഗൈസ്. അങ്ങനെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്ത് മോഡിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുത്തതാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രീസറിൻ്റെ ഡോറ് ഇല്ല കേട്ടോ. അത് ഉടഞ്ഞു പോയി. അതുകൊണ്ട് അത് കുറച്ച് ഐസ് ഇങ്ങനെ മെൽറ്റാവും കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ആയത്. വേറെ ഒരു പ്രശ്നവുമില്ല. ചോക്ലേറ്റിന് യാതൊരു ടേസ്റ്റിന് യാതൊരു ഇതുമില്ല. നല്ല ടേസ്റ്റാണ്. കഴിച്ചപ്പം അങ്ങ് അലിഞ്ഞു പോവുക. നമ്മുടെ മേടിക്കുന്ന ചോക്ലേറ്റിന് ഈ ടേസ്റ്റ് അല്ല, പക്ഷേ ഇതിന് വേറെ ഒരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുമാണ്. ഞാൻ എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ നട്ട്സ് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയത്. കാരണം കുഞ്ഞു കുഞ്ഞു മോൾഡ് ആയതുകൊണ്ടാണ് ഇതിനിങ്ങനെ വന്ന് ഓരോ പീസ് വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അസ്സലാമു അലൈക്കും.